ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സെഷനിലേക്ക് നോക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഇതിനായിട്ടും പഠിച്ചുകൊണ്ടിരുന്ന സാധനം ഗ്യാസ് വെൽഡിംഗ് ആയിരുന്നു അല്ലെ. ഗ്യാസ് വെൽഡിംഗ്. ഇപ്പൊ വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ സേഫ്റ്റി അപ്പാരറ്റസ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലോ പൈപ്പ് എന്ത് ടൈപ്പ് ഓഫ് ബ്ലോ പൈപ്പ് ആണ് അല്ലെ, ഹൈ പ്രഷർ ലോ പ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലോ പൈപ്പുകളെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ഗ്യാസ് വെൽഡിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെൽഡിംഗ് ടെക്നിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഫ്ലെയിമുകൾ അല്ലെ, അതൊക്കെ ഓക്സിഡൈസിങ് ഫ്ലെയിം ഉണ്ടായിരുന്നു, കാർബറൈസിങ് ഉണ്ടായിരുന്നു, ന്യൂട്രൽ ഫ്ലെയിം ഉണ്ടായിരുന്നു. അപ്പൊ അതുവരെ പഠിച്ചതിന് ശേഷമായിരുന്നു നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ബാക്കി നമ്മൾ നോക്കുന്ന സാധനം ഗ്യാസസ് ആൻഡ് ഗ്യാസ് സിലിണ്ടർ. അപ്പൊ നമ്മുടെ ഇത് പ്രകാരം, നമ്മുടെ സിലബസ് പ്രകാരം നമ്മൾ തൊട്ടടുത്ത് തന്നെ ആ ഒരു സംഗതി എഴുതി വെച്ചിട്ടുള്ളത് എങ്ങനെയായിരുന്നു, നമ്മളതിൽ ഓക്സി അസെറ്റ്ലിൻ ഗ്യാസ് ഫ്ലെയിമുകൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്, അതർ ദാൻ ഓക്സി അസെറ്റ്ലിനെ കാട്ടി നമ്മൾ വേറെ ഏതൊക്കെ ഫ്ലെയിമുകൾ നമുക്ക് ഗ്യാസ് വെൽഡിങ്ങിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്, അത് ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ദ വെൽഡിംഗ് ഹീറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ കമ്പഷൻ ഓഫ് ഫ്യൂൽ ഗ്യാസ് അല്ലെ. നമുക്ക് ആ ഒരു ഫ്യൂൽ ഗ്യാസ് കത്തുന്ന വഴിയിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ആ വെൽഡിങ്ങിൽ നിങ്ങൾക്ക് ആ ഒരു ഹീറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ ആ ഹീറ്റിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും നിങ്ങൾ ഈ ഒരു ഫിഗറിൽ കാണുന്ന രീതിയിൽ നമുക്ക് വെൽഡും കാര്യങ്ങളും അടിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സൈഡിൽ ഒരു ഫ്യൂൽ ഗ്യാസ് കാണാം. ആ ഫ്യൂൽ ഗ്യാസിനെ കത്തിക്കാൻ വേണ്ടിയിട്ട് എന്തിന്റെ ഹെൽപ്പോട് കൂടി, ഒരു ഓക്സിജൻ ഗ്യാസോ അല്ലെങ്കിൽ എയറിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും നിങ്ങൾ ഈ ഒരു ഫ്യൂൽ ഗ്യാസിനെ കത്തിക്കുന്നത്. അത് ഓൾ ദ ഫ്യൂൽ ഗ്യാസസ് റിക്വയർഡ് ഓക്സിജൻ ടു സപ്പോർട്ട് ദ കമ്പഷൻ. അതായത് കമ്പഷനെ സപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്, എപ്പോഴും നമ്മുടെ കയ്യിൽ ഓക്സിജൻ എന്നുള്ള ഒരു അല്ലെങ്കിൽ ഓക്സിജൻ എന്ന് പറഞ്ഞ ഒരു ഇതിന്റെ ആവശ്യമുണ്ട്. അതിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കമ്പഷനും കാര്യങ്ങളും ഇതാക്കുന്നത്. ഇപ്പൊ ഫ്യൂൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ വെൽഡിംഗ്. വെൽഡിംഗിൽ നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ഫ്യൂൽ ഗ്യാസസ് ഏതൊക്കെയാണെന്ന് പറയുന്നത് ഓരോന്നായിട്ട് പറയാം. നോക്കിയേ, ഫ്യൂൽ ഗ്യാസസ് ആണ് പറയുന്നത്. ഫ്യൂൽ ഗ്യാസസ് അസെറ്റിൻ ഗ്യാസ് ഉപയോഗിക്കാം, ഹൈഡ്രജൻ ഗ്യാസ് ഉപയോഗിക്കാം, കോൾ ഗ്യാസ് ഉപയോഗിക്കാം, നോക്കിയേ LPG ഉപയോഗിക്കാം. ഏതൊക്കെ ഉപയോഗിക്കാം, അസെറ്റിൻ ഗ്യാസ് ഉപയോഗിക്കാം, ഹൈഡ്രജൻ ഗ്യാസ് ഉപയോഗിക്കാം, കോൾ ഗ്യാസ് ഉപയോഗിക്കാം, നോക്കിയേ LPG ഗ്യാസ് ഉപയോഗിക്കാം. ഇത്രയും ഗ്യാസസിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ഓരോന്നായിട്ട് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള സാധനമാണ് പറയുന്നത്. നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ഡിഫറെന്റ് ഗ്യാസ് ഫ്ലെയിം കോമ്പിനേഷൻ. ഓക്സിജനും അസെറ്റിനും കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഓക്സി അസെറ്റിൻ ഗ്യാസ് ഫ്ലെയിം എന്നാണ്. അറിയാം, ഓക്സിജൻ ഹൈഡ്രജൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് ഫ്ലെയിം എന്ന് പറയും. ഓക്സിജനും കോളുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓക്സി കോൾ ഫ്ലെയിം എന്നാണ് പറയുന്നത്. ഓക്സിജനും LPG ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓക്സി LPG ഫ്ലെയിം എന്നാണ് പറയുന്നത് കേട്ടോ. മോസ്റ്റ് കോമൺലി അറിയാം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞ സാധനമായിരുന്നു ഓക്സി അസെറ്റിൻ ഗ്യാസ് ഫ്ലെയിം ആണ്. ഓക്സി അസെറ്റിൻ ഗ്യാസ് ഫ്ലെയിമിന്റെ ഫ്ലെയിം ടെമ്പറേച്ചർ എത്രയാ പറഞ്ഞത്, 3100 3300 ഡിഗ്രി അല്ലെ. ആ ഒരു ടെമ്പറേച്ചറിന്റെ ഇടയ്ക്കായിരിക്കും നമുക്ക് എപ്പോഴും എന്ത് വരുന്നത്, ഈ ഒരു ഫ്ലെയിം ടെമ്പറേച്ചർ വരുന്നത്. അതായത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഗ്യാസ് വെച്ചിട്ട് കിട്ടുന്ന ആ ഒരു ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ അറൗണ്ട് എത്ര വരും, 3100 3300 ഇടയ്ക്കായിരിക്കും വരുന്നത് കേട്ടോ. 3100 3300 ഇടയ്ക്കൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഓക്സി അസെറ്റിൻ ഗ്യാസ് ഫ്ലെയിം. ടോട്ടലി പറയാണ് ഓക്സി അസെറ്റിൻ ഗ്യാസ് ഫ്ലെയിം ആയിരിക്കും മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഇരിക്കുന്നത്. മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സി അസെറ്റിൻ ഗ്യാസ് ഫ്ലെയിം ആണ്. എവിടെ ഉപയോഗിക്കും, ഓൾ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് ഉള്ള എല്ലാ ഫെറസും നോൺ ഫെറസും ആയിട്ടുള്ള, ഫെറസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനകത്ത് അയൺ കണ്ടന്റ് ഉള്ള ടൈപ്പ് ഓഫ് മെറ്റൽസിനെയാണ് ഫെറസ് എന്ന് അറിയപ്പെടുന്നത്. നോൺ ഫെറസ് എന്ന് പറഞ്ഞാൽ അയൺ കണ്ടന്റ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് മെറ്റൽസ് ആയിരിക്കും, അതാണ് നമ്മൾ നോൺ ഫെറസ് എന്ന് പറയും. അപ്പം എല്ലാ ഫെറസിനും നോൺ ഫെറസ് മെറ്റൽസിനെയും വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതിന്റെ അലോയ്സിനെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്യാസ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഗോജിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റീൽ ബ്രേസിങ് അങ്ങനെയുള്ള സാധനം. ഓക്കെ, സ്റ്റീലിന്റെ സ്റ്റീൽ ഗോജിങ് കേട്ടോ, ഗോജിങ് സ്റ്റീൽ എന്നാണ്, ഗോജിങ് സ്റ്റീലിന്. അതുപോലെ തന്നെ ബ്രേസിങ്ങിന്റെ പർപ്പസിന് വേണ്ടിയിട്ട്, ബ്രോൺസ് വെൽഡിങ്ങിന്, മെറ്റൽ സ്പ്രേയിങ്ങിന്, അതുപോലെ തന്നെ പൗഡർ സ്പ്രേയിങ് അങ്ങനെയുള്ള ടെക്നിക്കുകൾക്കായിരിക്കും മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റിനകത്ത് എഴുതിക്കുന്ന സെന്റൻസ് ആണ്, അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. എന്തൊക്കെയാണ് ഓക്സി അസെറ്റിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഫെറസിന്, നോൺ ഫെറസിന്, അതുപോലെ ഗ്യാസ് കട്ടിങ്, ഗോജിങ് സ്റ്റീൽ, അതുപോലെ തന്നെ ബ്രേസിങ്, ബ്രോൺസ് വെൽഡിങ്, അതുപോലെ തന്നെ മെറ്റൽ സ്പ്രേയിങ്, പൗഡർ സ്പ്രേയിങ്, ഇത്രയും ടെക്നിക്കിന് വേണ്ടി അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഓക്സി അസെറ്റിൻ ഗ്യാസ് ഫ്ലെയിം ഉപയോഗിക്കുന്നത് കേട്ടോ. ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരുന്നാൽ മതി എന്താണ് അതിന്റെ യൂസ് എന്ന്. പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് ഫ്ലെയിം എന്നറിയപ്പെടുന്ന ഗോജിങ് എന്താണെന്ന് പറ കേട്ട്. ഗോജിങ് അത് നമ്മളെ ഒരു ഇതിന്റെ ടെക്നിക്കാണ്, അതായത് കട്ടിങ്ങിന്റെ തന്നെ മറ്റൊരു രീതിയിലുള്ള ടെക്നിക്കിനെയാണ് ഗോജിങ് എന്ന് പറഞ്ഞത് കേട്ടോ. ഗേജിങ് ഗോജിങ് എന്നൊക്കെ പറയത്തില്ലേ, കട്ടിങ്ങിന്റെ തന്നെ കുറച്ചുകൂടെ ഈ ഇത് കുറഞ്ഞിട്ടുള്ള, തിക്നെസ് ഒക്കെ കുറഞ്ഞിട്ടുള്ള സാധനമില്ലേ, അപ്പൊ അതിനെയൊക്കെ കട്ട് ചെയ്യുന്നതിനാണ് ഈ ഗോജിങ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് നോക്കാം, ഒന്നുകൂടെ നോക്കാം. ഇനി അടുത്ത വരുന്ന സാധനം ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് ഫ്ലെയിം ആണ്. ഓക്സി ഹൈഡ്രജൻ, അതായത് ഓക്സിജനും എന്താ ഉപയോഗിക്കുന്ന, ഹൈഡ്രജൻ. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഫ്യൂൽ ഗ്യാസ്, ഏതായിരിക്കും, ഓക്സിജൻ ആണോ ഹൈഡ്രജൻ ആണോ ഫ്യൂൽ ഗ്യാസ്? ഇതിനകത്ത് ഏതാണ് ഫ്യൂൽ, ഏതാണ്?
ഹൈഡ്രജൻ അല്ലെ, ഫ്യൂൽ ഹൈഡ്രജൻ. അപ്പൊ ഇതിന്റെ ഫ്ലെയിം ടെമ്പറേച്ചർ പഠിച്ചു വെക്കുക കേട്ടോ. ഫ്ലെയിം ടെമ്പറേച്ചർ എത്രയായിരുന്നു? 2400 2700 ഇടയ്ക്കാണ്. അപ്പൊ ഫ്ലെയിം ടെമ്പറേച്ചർ പഠിക്കുക, 2400 2700 ഇടയ്ക്കാണ്. ഓക്കെ, ഹൈഡ്രജൻ ഒരു സൈഡ് കാണും, അടുത്ത ഓക്സിജൻ ഒരു സൈഡ് കാണും. ഇറ്റ് ഹാസ് എ കാർബൺ ആൻഡ് മോയ്സ്ചർ എഫക്ട് ഇൻ ദ ഫ്ലെയിം കേട്ടോ. ഇറ്റ് ഹാസ് എ കാർബൺ ആൻഡ് മോയ്സ്ചർ എഫക്ട് ഇൻ ദ ഫ്ലെയിം. ഇദ്ദേഹത്തിനകത്ത് പ്രത്യേകത എന്താണ്? ഇതിനകത്ത് കാർബണും അതുപോലെ തന്നെ മോയ്സ്ചർ എഫക്ട് ഇൻ ദ ഫ്ലെയിം. ഫ്ലെയിമിനകത്ത് കുറച്ച് മോയ്സ്ചറിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ടൈപ്പ് ഓഫ് ഫ്ലെയിം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സി ഹൈഡ്രജൻ ടൈപ്പ് ഓഫ് ഗ്യാസ് ഫ്ലെയിം ആണ്. എന്തിനാ ഉപയോഗിക്കുന്നത്? ബ്രേസിംഗ് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സിൽവർ സോൾഡറിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കിന് വേണ്ടിയിട്ട്, അതുപോലെ അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിംഗ് ഓഫ് സ്റ്റീൽ അല്ലെ, സ്റ്റീലിന്റെ അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ടെക്നിക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് ഫ്ലെയിം ആണ്. ഇത് നമ്മൾ നന്നായിട്ട് മറന്നു പോകുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു, നമ്മുടെ ഓപ്ഷൻ കാണുന്ന സമയത്ത് തന്നെ മറന്നു ഏത് ടെമ്പറേച്ചർ ആണെന്ന്, അതുപോലെ എന്തിന്റെ യൂസ് ആണെന്ന്. അപ്പൊ ഇത് നല്ല രീതിയിൽ തറവായിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു ടാബ്ലാർ കോളം പഠിക്കും, അത് മാത്രം പഠിച്ചാലും മതി കേട്ടോ. ഇത് അല്ലാതെ പഠിച്ചില്ലെങ്കിലും ആ ടാബ്ലാർ കോളം മാത്രം പഠിച്ചാലും മതി. അതുകൊണ്ടാണ് ഇത് സ്പീഡിൽ എടുത്തു പോകുന്നത്. ആ ടാബ്ലാർ കോളം എടുത്തുമ്പോൾ കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇത് ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് ഫ്ലെയിം എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത പറയുന്ന മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഓക്സി ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഫ്ലെയിം, ഓക്സി LPG കേട്ടോ. ഓക്സി LPG ടൈപ്പ് ഓഫ് ഗ്യാസ് ഫ്ലെയിംസുകൾ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ടെമ്പറേച്ചർ നോക്കിയേ, 2700 2800 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ്. 2700 2800 ഇടയ്ക്കാണ്. ദിസ് ഫ്ലെയിം ഹാസ് എ കാർബൺ ആൻഡ് മോയ്സ്ചർ എഫക്ട്. ഇദ്ദേഹത്തിനും അതുപോലെ തന്നെ കാർബണിന്റെയും മോയ്സ്ചർ എഫക്റ്റും നമുക്ക് ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കാമേ, ഇത് നോക്കിയിട്ട് പറയാം. കാർബണും മോയ്സ്ചർ എഫക്റ്റും ഉണ്ടെന്ന് പഠിച്ചു വെക്കുക. It is only used for gas cutting of steel and for heating. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഓക്സി ലിക്വിഡ് പെട്രോളിയം, ഓക്സി LPG എന്തിനാ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്? ഗ്യാസ് കട്ടിംഗ് ഓഫ് സ്റ്റീൽ അല്ലെ, സ്റ്റീലിന്റെ ഗ്യാസ് കട്ടിങ്ങിനും അതുപോലെ തന്നെ ഹീറ്റിങ്ങിനും വേണ്ടിയിട്ടാണ്. തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? അണ്ടർ വാട്ടർ അല്ലെ, നമുക്ക് അണ്ടർ വാട്ടർ ആയിട്ടുള്ള സാധനത്തിനെ നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ? കട്ട് ചെയ്യിപ്പിക്കാൻ അല്ലെ. അണ്ടർ വാട്ടർ ആയിട്ടുള്ള ഗ്യാസ് കട്ടിംഗ് ഓഫ് സ്റ്റീലിന് വേണ്ടിയിട്ടായിരുന്നു ഓക്സി ഹൈഡ്രജൻ പഠിച്ചത്. അതുപോലെ തന്നെ ബ്രേസിംഗ്, സിൽവർ സോൾഡറിംഗിനാണ് പഠിച്ചെങ്കിൽ ഇവിടെ വെറുതെ ഹീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രീ ഹീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ടെക്നിക്ക് ഉണ്ട് അല്ലെ, മെറ്റലിനെ പ്രീ ഹീറ്റ് ചെയ്യിപ്പിക്കുക, ചെറുതായിട്ട് അത് ചൂടാക്കുക, അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗ്യാസ് കട്ടിംഗ് ഓഫ് സ്റ്റീലുകളുടെ ഗ്യാസ് കട്ടിങ്ങിന് വേണ്ടിയിട്ടും എന്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? നമ്മുടെ ഓക്സി ലിക്വിഡ് LPG അതായത് ഓക്സി LPG ടൈപ്പ് ഓഫ് ഗ്യാസ് ഫ്ലെയിംസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനി അതിനുശേഷം അടുത്ത ടൈപ്പ് ഓഫ് ഇത് പറയുന്നത് എന്തായിരുന്നു? ഓക്സികോൾ ടൈപ്പ് ഓഫ് ഗ്യാസ് ഫ്ലെയിം കേട്ടോ. ഓക്സികോൾ ടൈപ്പ് ഓഫ് ഗ്യാസ് ഫ്ലെയിം ചുമ്മാ പഠിച്ചു വെച്ചേക്കുക. അതിന്റെ ഫ്ലെയിം ടെമ്പറേച്ചർ എത്രയായിരുന്നു? 1800 2200 കേട്ടോ. 2200 2200 ഡിഗ്രി സെൽഷ്യസിനും 1800 2200 ഇടയ്ക്കായിരിക്കും ഓക്സികോൾ ടൈപ്പ് ഓഫ് ഗ്യാസ് ഫ്ലെയിംസുകൾ പറയുന്നത്. ഒരു സൈഡ് ഒരു കോളും കാണും, മറ്റൊരു സ്ഥലത്ത് എന്ത് കാണും? നമ്മുടെ ഈ ഒരു ഓക്സിജന്റെ ഒരു സിലിണ്ടറും കൂടെ കാണും. കാർബൺ എഫക്ട് ഇൻ ദ ഫ്ലെയിം ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ സിൽവർ സോൾഡറിംഗ് ആൻഡ് ബ്രേസിംഗ് കേട്ടോ. സിൽവർ സോൾഡറിംഗ്, അപ്പം തൊട്ട് മുമ്പ് നമ്മൾ എന്താ പഠിച്ചത്? സിൽവർ സോൾഡറിംഗിനും ബ്രേസിംഗിനും ഏത് ടൈപ്പാ പഠിച്ചത്? സിൽവർ സോൾഡറിംഗിനും ബ്രേസിംഗിനും ഏതാ പഠിച്ചത്? ഓക്സി ഹൈഡ്രജൻ പഠിച്ചു അല്ലെ. സിൽവർ സോൾഡറിംഗിനും ബ്രേസിംഗിനും ഓക്സി ഹൈഡ്രജൻ പഠിച്ചു. ഇത് നോക്കി ഓക്സികോൾ ഉപയോഗിച്ച് വേണമെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് സിൽവർ സോൾഡറിംഗും ബ്രേസിംഗ് എന്ന് പറഞ്ഞ ഒരു വർക്കും കൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്ലെയിം ടെമ്പറേച്ചറിൽ പഠിച്ചു വയ്ക്കുക. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടില്ല. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ടാബ്ലാർ കോളമാണ്. നമുക്കും അത് തന്നെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നോക്കിയേ, ആദ്യം ഫ്യൂൽ ഗ്യാസ് കൊടുത്തിട്ടുണ്ട്. അസറ്റിനാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഫ്യൂൽ ഗ്യാസ്. സപ്പോർട്ടർ ഓഫ് കമ്പഷൻ, കമ്പഷനെ സപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? നോക്കിയേ, ഓക്സിജൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അസറ്റിലിൻ ഓക്സിജൻ എന്ന് പറഞ്ഞാണ് ആ ഒരു ഗ്യാസിന്റെ ഓക്സി അസറ്റിലിൻ ഫ്ലെയിം എന്നാണ് ആ ഫ്ലെയിമിന്റെ പേര്. ഇനി ഫ്ലെയിമിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ 3100 3300 ഇടയ്ക്കാണ്. 3100 3300. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച പ്രകാരം ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ടെമ്പറേച്ചർ ഉണ്ടാകുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫ്ലെയിമിലാണ്? ഓക്സി അസറ്റിലിൻ ടൈപ്പ് ഓഫ് ഫ്ലെയിമിലാണ്. എന്തിനാ ഉപയോഗിക്കുന്നത്? ടു വെൽഡ് all ferrous and non-ferrous metals and their alloys, gas cutting, gauging of steel, നോക്കിയേ, ബ്രേസിംഗ്, ബ്രോൺസ് വെൽഡിങ്, അതുപോലെ തന്നെ മെറ്റൽ സ്പ്രേയിങ് ആൻഡ് ഹാർഡ് ഫേസിംഗ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു കേട്ടോ. മെറ്റൽ സ്പ്രേയിങ്, ഹാർഡ് ഫേസിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാർഡ് ഫേസിംഗിന് വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് ഫ്ലെയിം ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞത്? ഹാർഡ് ഫേസിംഗിന് വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് ഫ്ലെയിം ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞത്? ഏത് ടൈപ്പ് ഓഫ് ഫ്ലെയിം? ഓക്സി അസറ്റിലിലെ ഏത് ടൈപ്പ് ഓഫ് ഫ്ലെയിമുകളാണ് കൂടുതലായിട്ട് നമ്മൾ ഹാർഡ് ഫേസിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. ഉണ്ടോ? ഞാൻ മാത്രമേ ഉള്ളൂ? ഹാർഡ് ഫേസിംഗിന് ഏത് സ്റ്റെല്ലൈറ്റ് അല്ലെങ്കിൽ ഹാർഡ് ഫേസിംഗിന് വേണ്ടിയിട്ട് ഏതാ ഉപയോഗിച്ചത്? ഏതാ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു പറഞ്ഞത്? കാർബറൈസിംഗ് ഫ്ലെയിം അല്ലേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത്? ഹാർഡ് ഫേസിംഗ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബറൈസിംഗ് ഫ്ലെയിം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. നമ്മുടെ
ഓക്സിജൻ അസറ്റിലിൻ അല്ലെങ്കിൽ ഓക്സി അസറ്റിലിൻ ആയിട്ടുള്ള ഫ്ലെയിമിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഇത് ക്ലിയർ അല്ലേ? ഈ സാധനം ക്ലിയർ അല്ലേ? ഒന്നാമത്തെ സാധനം ക്ലിയർ അല്ലേ? 3100 3300 ഹൈ ടെമ്പറേച്ചർ ആണ്. എല്ലാ ഫെറസും നോൺ ഫെറസ് ആയിട്ടുള്ള മെറ്റൽസിന്റെയും അലോയ്സിനെയും വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഗ്യാസ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കോജിങ് ഓഫ് മെറ്റലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ബ്രേസിംഗ് ബ്രോൺസ് വെൽഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മെറ്റൽ സ്പ്രേയിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് ഫേസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഫ്ലെയിം. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫിനെ പറയുന്നത് ഓക്സി ഹൈഡ്രജൻ ടൈപ്പ് എന്നാണ്. അതിനകത്ത് ഓക്സിജൻ ആയിരിക്കും നമ്മുടെ സപ്പോർട്ടർ അല്ലെങ്കിൽ കമ്പഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സപ്പോർട്ടർ ഓഫ് കമ്പഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ് നമ്മുടെ ഫ്യൂവല്. ഇതിനെ ടോട്ടലി നിങ്ങൾ പറയുന്നത് ഓക്സി ഹൈഡ്രജൻ ടൈപ്പ് ഓഫ് ഫ്ലെയിം എന്നാണ്. വിത്ത് റെസ്പെക്ട് ടു ഇതിന്റെ ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത്, വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ ഓക്സി അസറ്റിനെ അപേക്ഷിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ടെമ്പറേച്ചർ പറയുന്നത് 2400-നും 2700-നും ഇടയ്ക്കാണ്. നോക്കിയേ, 2400-നും 2700-നും ഇടയ്ക്കാണ്. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? ഓൺലി യൂസ്ഡ് ഫോർ ബ്രേസിംഗ് വേണ്ടിയിട്ട്, സിൽവർ സോൾഡറിങ്, അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിംഗ് ഓഫ് സ്റ്റീൽ അല്ലെ, നമ്മുടെ കട്ടിങ്ങിന് സ്റ്റീൽ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിന്റെ അടിയിൽ ഇരുന്നിട്ടുള്ള അണ്ടർ വാട്ടർ കട്ടിംഗ് ഓഫ് സ്റ്റീലിന് വേണ്ടിയിട്ട് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഫ്ലെയിം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും അല്ലെങ്കിൽ ഓക്സി ഹൈഡ്രജൻ ടൈപ്പ് ഓഫ് ഫ്ലെയിം ആണ്. ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ കാണാൻ പഠിക്കുക. നമുക്ക് ഇത് നിമയിൽ കൊടുത്തിരിക്കുന്ന ടാബ്ലാർ കോളം ആണ്. നിമയിൽ കൊടുത്തിരിക്കുന്ന ടാബ്ലാർ കോളം എല്ലാം കാണാൻ പഠിച്ചു വെച്ചിരിക്കണം. കാരണം ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ എവിടെയെങ്കിലും ഉള്ള രീതിയിൽ ആപ്ലിക്കേഷൻ ലെവൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡ് പ്രകാരം എന്തായിരിക്കും ചോദിക്കുന്നത്, നമ്മുടെ ഒരു 3-4 ഇത് വെച്ചിട്ടല്ലേ നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നത്. നമുക്ക് എന്തായാലും 2026-ലാണ് എക്സാം നടക്കുന്നതെങ്കിൽ വളരെയധികം കടുപ്പിക്കുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആയിട്ടുള്ള രീതി നമ്മൾ ഇപ്പോഴേ പഠിച്ചു വെച്ചിരുന്ന ഓരോ ടാബ്ലർ കോളം ഓരോ ദിവസവും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഓരോ ക്ലാസ് എന്നുള്ള രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നോക്കാം, ഇത് മൂന്നാമത്തെ ടൈപ്പ് അല്ലെ. മൂന്നാമത്തെ ടൈപ്പ് പറയുന്നത് കോൾ ഗ്യാസും ഓക്സിജനും. അപ്പൊ കോൾ ഗ്യാസ് ആണ് നമ്മളിൽ ഇരിക്കുന്ന ഫ്യൂവല്, ഓക്സിജൻ ആണ് നമുക്ക് ആ ഒരു സപ്പോർട്ടർ ഗ്യാസ്. അതിനെ ഓക്സി കോൾ ടൈപ്പ് ഓഫ് ഗ്യാസ് ഫ്ലെയിം എന്നാണ് അറിയപ്പെടുന്നത്. നോക്കിയേ, 1800-നും 2200-നും ഇടയ്ക്കാണ്. അപ്പൊ 1800-നും 2200-നും ഇടയ്ക്കാണ് അല്ലെ നമ്മളിൽ ഇരിക്കുന്ന. അതിൽ നോക്കിയേ, നമ്മൾ കമ്പയർ ചെയ്ത സമയത്ത് കോളും ഓക്സിജൻ ഗ്യാസ് അല്ലെ, കോൾ ഗ്യാസും ഓക്സിജനും നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളതിനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലോ ടെമ്പറേച്ചർ ആണ്. എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ, സിൽവർ സോൾഡറിങ്, അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിംഗ് ഓഫ് സ്റ്റീൽ. നോക്കിയേ, ഇത് നമ്മൾ പഠിച്ചില്ലായിരുന്നു. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരിക്കണം. സിൽവർ സോൾഡറിങ്ങിനും ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിംഗ് ഓഫ് സ്റ്റീൽ അല്ലെ, നമ്മുടെ ഇരിക്കുന്ന സംഗതിയിൽ സിൽവർ സോൾഡറിങ്ങിനും അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിംഗ് ഓഫ് സ്റ്റീലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചത് ഹൈഡ്രജനും ഓക്സിജനും സെയിം സാധനം തന്നെ ആയിരുന്നു അല്ലെ, നമ്മുടെ സിൽവർ സോൾഡറിങ്ങിന് വേണ്ടിയിട്ടും അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിംഗ് ഓഫ് സ്റ്റീലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ അത് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. രണ്ടും ഏറെക്കുറെ ഒരേ യൂസ് തന്നെയാണെന്നുള്ള രീതിയിൽ പഠിക്കാൻ വേണ്ടി പറ്റും. അടുത്ത ടൈപ്പ് എന്നറിയപ്പെടുന്നത് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, LPGയും ഓക്സിജനും. LPG ആണ് നമ്മുടെ ഇരിക്കുന്ന ഫ്യൂവല്, ഓക്സിജൻ ആണ് നമ്മുടെ സപ്പോർട്ടർ ഗ്യാസ്. ഓക്സി LPG ടൈപ്പ് ഓഫ് ഗ്യാസ് ഫ്ലെയിം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ടെമ്പറേച്ചർ എന്നാണ് 2700-നും 2800-നും ഇടയ്ക്കാണ്. എത്രയാണ്? 2700-നും 2800-നും ഇടയ്ക്ക്. ഒരു മീഡിയം ടെമ്പറേച്ചർ റേഞ്ച് ആണ് പറയുന്നത്. എന്തിനാ ഉപയോഗിക്കുന്നത്? ഗ്യാസ് കട്ടിംഗ് ഓഫ് സ്റ്റീൽ അല്ലെ, സ്റ്റീലിന്റെ ഗ്യാസ് കട്ടിങ്ങിന്, അതുപോലെ തന്നെ ചെറിയ എമൗണ്ട് ഓഫ് ഹീറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ്? ചെറിയ എമൗണ്ട് ഓഫ് ഹീറ്റിംഗ് പർപ്പസ്. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന സാധനം നമ്മുടെ LPGയും ഓക്സിജനും എടുക്കുന്ന സ്ഥലത്ത് മാത്രം എന്താണ് ഹാസ് ദ മോയ്സ്ചർ ആൻഡ് കാർബൺ എഫക്ട് ഇൻ ദ ഫ്ലെയിം. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്നത് ഇതിനകത്താണ് മോയ്സ്ചറും കാർബൺ എഫക്ട് ഇൻ ദ ഫ്ലെയിം എന്നാണ്. അപ്പൊ വേറെ ഒന്നിലും പഠിക്കണ്ട, ഞാൻ ആ ഒരു തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്ന സ്ലൈഡുകളിൽ 2-3 അത് കയറി വന്നതാണ്, സോറി. അപ്പൊ അതെന്താണ്? ഹാസ് മോയ്സ്ചർ ആൻഡ് കാർബൺ എഫക്ട് ഇൻ ദ ഫ്ലെയിം എന്ന് മാത്രമുള്ള സാധനം എവിടെയാണുള്ളത്? LPG ഓക്സിജനിലാണ് ഉള്ളത് കേട്ടോ, വേറെ ഒന്നിലുമില്ല. LPG ഓക്സിജനിലാണ് ഉള്ളത്. എന്താണ്? ഹാസ് മോയ്സ്ചർ ആൻഡ് കാർബൺ എഫക്ട് ഇൻ ദ ഫ്ലെയിം. ഇദ്ദേഹത്തിനകത്ത് എന്തുണ്ട്? കാർബണിന്റെ എഫക്റ്റും, അതായത് ഈ ഫ്ലെയിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലെയിമിനകത്തുള്ള കണ്ടന്റിനകത്ത് ചെറിയ എമൗണ്ട് ഓഫ് മോയ്സ്ചറും അതുപോലെ തന്നെ ചെറിയ എമൗണ്ട് ഓഫ് കാർബണിന്റെ അളവും ഉണ്ട് എന്ന് പഠിച്ചു വയ്ക്കുക. എന്തിനാ ഉപയോഗിക്കുന്നത്? ഗ്യാസ് കട്ടിങ്ങിന്, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ നമ്മുടെ ഹീറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും LPG ആൻഡ് ഓക്സിജൻ കേട്ടോ. LPG ഓക്സി ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഫ്ലെയിം എന്ന് പറഞ്ഞ സാധനം 2700-2800 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അവസാനത്തെ സാധനം അസറ്റിൻ എയർ. അസറ്റിൻ എയർ നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മളിപ്പോ പഠിക്കുകയാണ്. അസറ്റിനും എയറും. ഓക്കെ, അസറ്റിനും എയർ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ. അസറ്റിനും എയർ എന്ന് പറഞ്ഞാൽ എയർ അസറ്റിൻ ഫ്ലെയിം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എയർ ആയിരിക്കും നമ്മുടെ സപ്പോർട്ടർ ഗ്യാസ്. ഈ എയറിനകത്ത് അറിയാലോ, എയറിനകത്ത് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റവും കൂടുതലായിട്ടുള്ള കണ്ടന്റ് നൈട്രജൻ ഉണ്ട്. പോരാത്തതിന് എന്തിന്റെ കണ്ടന്റ് കൂടെ ഉണ്ട്? ഓക്സിജന്റെ കണ്ടന്റ് കൂടെ ഉണ്ട്. അപ്പം ഈ ഒരു സംഗതി അതിന്റെ കൂടെ എന്തും കൂടെ? അസറ്റിൻ കൂടെ ഉണ്ട് അല്ലെ. അസറ്റിൻ എന്ന് പറഞ്ഞ സാധനമായിരിക്കും നമ്മുടെ ഫ്യൂവല്. അപ്പൊ ഫ്യൂവലിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഒരു സപ്പോർട്ടർ ഗ്യാസ് ആയിട്ട് നമ്മൾ ഇവിടെ എയർ ആണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് എയർ അസറ്റിൻ ടൈപ്പ് ഓഫ് ഫ്ലെയിം. അപ്പൊ ഇവിടെ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഓക്സിജന്റെ സപ്ലൈ മാത്രം അല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ടെമ്പറേച്ചർ ഭയങ്കര കുറവായിരിക്കും. എത്ര വരും? 1825 മുതൽ 1875 വരെ. ഇതിലും ഏറെക്കുറെ എന്താണ് പ്രത്യേകത? ലോ ടെമ്പറേച്ചർ ആണ്. അപ്പൊ മറ്റൊരു ലോ ടെമ്പറേച്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എത്രയായിരുന്നു? 1800-നും 2200-നും. ഇത് നോക്കിയാൽ അതും ഏറെക്കുറെ ലോ ടെമ്പറേച്ചർ തന്നെയാണ്.
എപ്പോഴാണ് 1825നും 1875നും ഇടയ്ക്ക്. എന്തിനാ ഉപയോഗിക്കുന്നത്? സോൾഡറിങ് വർക്കുകൾക്ക്, ബ്രീച്ചിങ് വർക്കുകൾക്ക്, ഹീറ്റിംഗ് പർപ്പസസിന്, അതുപോലെ തന്നെ ലെഡിനെ ബേൺ ചെയ്യിപ്പിക്കാൻ. എന്തിനാ ഉപയോഗിക്കുന്നത്? ലെഡിനെ ബേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ലെഡ് ഉണ്ടെങ്കിൽ ആ ലെഡിനെ ഒന്ന് കത്തിച്ച് കളയണം, അല്ലെങ്കിൽ ലെഡിനെ ഒന്ന് കത്തിച്ച് ബേൺ ചെയ്ത് കളയണം എന്നുള്ള ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? അസറ്റിൻ എയർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഈ ടാബ്ലർ കോളം ക്ലിയർ ആണോ? ഇതൊന്ന് പഠിക്കണം കേട്ടോ. ഈ ടാബ്ലർ കോളം ഓരോ ദിവസവും ഓരോ ഇതിന്റെ ടെമ്പറേച്ചറും ഓരോ യൂസ് എന്നുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് വളരെയധികം നല്ല രീതിയിൽ നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. ഇത് പഠിക്കാൻ വേറെ മെത്തേഡ് ഒന്നുമില്ല, ചുമ്മാ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും. നോക്കി എല്ലാത്തിന്റെ ടെമ്പറേച്ചറിന്റെ റേഞ്ച് ഒക്കെ ഏറെക്കുറെ ഒരു 3 റേഞ്ചിലൊക്കെ വരും. 2400നും 2700നും ഇടയ്ക്കല്ലേ, ഒരു 300ന്റെ ഗ്യാപ്പാണ്. 3100 3300 കാണാതെ ഓൾറെഡി പഠിച്ചു. ഇനി 1825ഉം 75ഉം പഠിക്കാൻ വലിയ കുഴപ്പമില്ല അല്ലെ. പിന്നെ 2700ഉം 2800ഉം പഠിക്കാൻ കുഴപ്പമില്ല, കാരണം ഇതിന്റെ മിച്ചമായിട്ട് പഠിച്ചാൽ മതി. ഹൈഡ്രജൻ ഓക്സിജൻ 2700ൽ വീഴുകയാണ്, അതിൽ നിന്നും ഒരു 100ഉം കൂടെ ആഡ് ചെയ്തു എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മതി. അത് ഒരു ഊഹത്തിൽ പഠിക്കുക. ബാക്കി എന്താണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും പഠിച്ചു വെക്കണം. ഇത്രയും ക്ലിയർ അല്ലേ? ഏതെങ്കിലും ഒരെണ്ണം ഒന്നുകൂടെ പറയണം. ക്ലിയർ ആണോ? ഇത് അല്ല ഇത് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കത്തില്ല. ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് രണ്ടും അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് പ്രകാരമാണെങ്കിൽ രണ്ടും ഏറെക്കുറെ അങ്ങനെയാണ് പഠിക്കുന്നത്. ഇതിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഹയർ ടെമ്പറേച്ചറിലോട്ട് പോകുമ്പോൾ 2200 വരെ വരുന്നുണ്ട്. ഇതിന്റെ ലോവർ ടെമ്പറേച്ചർ 1800 വരെ ഇരിക്കുകയാണ്. പക്ഷെ ഇവിടെ നോക്കിയാൽ ഇവിടത്തെ ലോവർ ടെമ്പറേച്ചർ 1825ലും വരുന്നുണ്ട്, ഇതിന്റെ ഹയർ ടെമ്പറേച്ചർ 1875ഉം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് രണ്ടും ലോ ടെമ്പറേച്ചർ എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ സെപ്പറേറ്റ് ഒന്നും പ്രത്യേകിച്ച് പറയത്തില്ല. അങ്ങനെ ഓപ്ഷനിലായിട്ട് അങ്ങനെ ചോദിക്കത്തില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഓപ്ഷനിൽ രണ്ടും കൂടെ ഒരുമിച്ച് വരും. കോൾ ഓക്സിജൻ ആൻഡ് എയർ അസറ്റിൻ ആർ ബോത്ത് ആർ എന്ത് വരും? ഈ ലോ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് ഫ്ലെയിം എന്നുള്ള രീതിയിലേ വരത്തുള്ളൂ ആൻസർ. അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല, കാരണം അത് കൺഫ്യൂഷൻ അല്ലേ. ബാക്കി ഇതിനെ പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. എയർ ഇതില്ലേ, അസറ്റിനും ഓക്സിജനും. ഓക്സി അസറ്റിനാണ് ഹൈ ടെമ്പറേച്ചർ വരുന്നത്. ബാക്കി രണ്ടെണ്ണത്തിന്റെ സാധനം മീഡിയം ടെമ്പറേച്ചർ. ഇത് രണ്ടും ലോ ടെമ്പറേച്ചർ ആയിരിക്കും. ക്ലിയർ അല്ലേ? വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും? അപ്പൊ നമുക്ക് ഏറെക്കുറെ ഒരു ആപ്ലിക്കേഷൻ ആണ്, പഠിക്കാൻ എളുപ്പമുണ്ട്. അല്ലല്ല, അതിനകത്ത് ബ്രേസിംഗ് അല്ലേ, ഓൺലി യൂസ്ഡ് ഫോർ ബ്രേസിംഗ്. അതെ, ഓൺലി യൂസ്ഡ് ഫോർ ബ്രേസിംഗ്. അതെ അതെ. എന്നിട്ട് ബാക്കി ഇതും കൂടെ കൊടുക്കണം അല്ലേ, ഓൺലി യൂസ്ഡ് ഫോർ സിൽവർ സോൾഡറിങ്. അങ്ങനെ അർത്ഥത്തിലല്ലേ, അങ്ങനെ വായിച്ചാണോ? ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ. എനിക്ക് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ യൂസ്ഡ് ഓൺലി ഫോർ സോൾഡറിങ്, എന്നിട്ട് താഴെ എഴുതിയിട്ടുണ്ടല്ലേ ഹീറ്റിംഗ് പർപ്പസസ്. താഴെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ ഇതില്. അതെ അതെ അതെ. അതായത് ഇവര് ഇത് നോക്കരുത്, നെമിക്കകത്ത് നമ്മൾ ആ ഒരു ഗ്രാമർ കാര്യങ്ങൾ നോക്കരുത്, അവരുടെ ഒരു എററും കാര്യങ്ങളും വരും. നമ്മള് അത് പഠിച്ചു വെക്കുക. ആ ഒരു സംഗതി ഇത് തന്നെ സെന്റൻസ് ആയിട്ട് ചോദിക്കും കേട്ടോ. ഇങ്ങനെയാണ് ഇതിൽ യാതൊരു മാറ്റം ഇല്ലാത്ത രീതിയിൽ അതേ രീതിയിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിക്കും. യാതൊരു രീതിയിലും മാറ്റം വരത്തില്ല. ഇത് ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞോണ്ട് വന്നത് ഇത് നോക്കി വെച്ചിങ്ങനെ, ഈ ഹാസ് മോയിസ്ചർ ആൻഡ് കാർബൺ എഫക്ട് ഇൻ ദ ഫ്ലെയിം. അപ്പൊ നമ്മുടെ തൊട്ട് മേളിൽ എഴുതിയിരിക്കുന്ന സാധനത്തിനകത്ത് എല്ലാത്തിനകത്ത് അത് കയറി വന്നെന്ന് തോന്നുന്നു. ഫ്ലെയിം ഹാസ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി ഇതിലൊന്നും ഇല്ല കേട്ടോ. കാർബൺ ആൻഡ് മോയിസ്ചർ എഫക്ട് ഇൻ ദ ഫ്ലെയിം എന്നുള്ള സാധനം ഓക്സി ഹൈഡ്രനിലൊന്നും ഇല്ല കേട്ടോ, അത് മാറി വന്നതാണ്, സോറി. ഇതിനകത്ത് നോക്കി ഓക്സി ലിക്വിഡ് പെട്രോളിയം, ഓക്സി എൽ പി ജിക്കകത്ത് മാത്രമേ എന്തുള്ളൂ, കാർബണിന്റെയും മോയിസ്ചർ എഫക്റ്റ് ഉള്ളൂ കേട്ടോ. ഇതിനകത്തും ഇല്ല, ഓക്സി കോളിനകത്തൊന്നും ഇല്ല. അതിനകത്ത് കൂടെ എന്തിൽ മാത്രമേ ഉള്ളൂ, നമ്മുടെ എൽ പി ജിയിലും ഓക്സിജനിലും മാത്രമേ എന്തുള്ളൂ, നമ്മുടെ കാർബണിന്റെ എഫക്റ്റും അതുപോലെ തന്നെ മോയിസ്ചർ ഉള്ളൂ എന്നുള്ള കേസ് പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇതിനകത്ത് തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിനകത്ത് അവിടെ എവിടെയോ കൊടുത്തിരിക്കുന്ന സംഗതിയാണ് ഈ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇതെന്തായാലും ഇതും കൂടെ നമ്മളൊന്ന് അഡീഷണൽ ആയിട്ട് അറിയുന്നത് അത്രയും ബെസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ പഠിക്കുന്ന സാധനത്തിനകത്ത് ഇതും കൂടെ അറിഞ്ഞിരിക്കുന്നത് അത്രയും നല്ലതാണ്. അപ്പൊ ഓക്സിജന്റെ കളർ എന്തായിരുന്നു? ഓക്സിജന്റെ കളർ കോഡ് എന്തായിരുന്നു? ഓക്സിജന്റെ കളർ കോഡ് അല്ലെങ്കിൽ ഓക്സിജന്റെ സിലിണ്ടർ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് കളറിലായിരുന്നു? നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത്? ബ്ലാക്ക് അല്ലേ. ഓക്സിജൻ വരുന്ന സമയത്ത് O2 വരുന്ന സമയത്ത് നമ്മൾ ബ്ലാക്ക് ആണ് പഠിച്ചെങ്കിൽ അസറ്റിൻ അല്ലേ, അസറ്റിൻ നമ്മൾ C2H2 എന്നാണ് എഴുതുന്നത്. അസറ്റിൻ വരുന്ന സമയത്ത് എന്തായിരുന്നു? അസറ്റിന്റെ കളർ എന്തായിരുന്നു? അസറ്റിന്റെ കളർ എപ്പോഴും എന്തായിരിക്കണം? മെറൂൺ അല്ലേ, മെറൂൺ കളറിലായിരിക്കണം. മെറൂൺ നോക്കിയാൽ മെറൂൺ കേട്ടോ.
ഇനി നോക്കി അടുത്ത പറയുന്ന സാധനം കോളാണ്. കോൾ ആണെങ്കിൽ കോളിന് നമ്മളിപ്പോ ചിലപ്പം സിലിണ്ടറിലൊക്കെ വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ, ഇപ്പൊ കോളിന്റെ ഗ്യാസ് ആണ് വരുന്നതെങ്കിൽ കോളിന്റെ ഗ്യാസിനെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിലിണ്ടർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, കോളിന്റെ ഗ്യാസിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു സിലിണ്ടർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ആ സിലിണ്ടറിന്റെ കളർ എപ്പോഴും അടിക്കണം എന്തായിരിക്കണം, എന്ത് കളറിലായിരിക്കണം? റെഡ് കേട്ടോ. എന്നിട്ട് റെഡ് പോരാന്ന് വെച്ചാൽ അതിനകത്ത് എന്തും കൂടെ എഴുതിക്കും, കോൾ ഗ്യാസും കൂടെ എഴുതിക്കും. നോക്കി എന്താണ് റെഡ് വിത്ത് ദ നെയിം ഓഫ് കോൾ ഗ്യാസ് കേട്ടോ. നമുക്ക് റെഡ് കളറിലും കാണും, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പുറത്തൂടെ എന്തും കൂടെ എഴുതിക്കും, കോൾ ഗ്യാസ് എന്നും കൂടെ എഴുതിക്കും. ഓക്കെ, ഫ്യൂൽ ഗ്യാസിന്റെ അവിടെ എന്താ എഴുതുന്നത്, കോൾ ഗ്യാസ് എന്ന് എഴുതുകയും ചെയ്യും. അതുപോലെ തന്നെ സിലിണ്ടറിന്റെ കളർ എന്ത് കളറിലിരിക്കും, റെഡ് കളറിലിരിക്കും. എന്ത് കളറിലിരിക്കും, റെഡ് കളറിലിരിക്കും. അതിനുശേഷം ഹൈഡ്രജൻ, ഹൈഡ്രജൻ ആണെങ്കിൽ എന്തിരിക്കും, വെറുതെ റെഡ് കളറിൽ മാത്രം എഴുതിക്കും. അതിനകത്ത് ഹൈഡ്രജൻ ഗ്യാസ് ഒന്നും എഴുതത്തില്ല അല്ലെ, റെഡ് കളറിൽ നിന്ന് മാത്രം ഇട്ടിരിക്കും. നോക്കി റെഡ് കളറിൽ ഇട്ടിരിക്കും. ഇനി നൈട്രജൻ ആണെന്ന് വെച്ചോ, നൈട്രജനെ കുറിച്ചൊന്നും അറിയണ്ട, എന്നാലും ചുമ്മാ നൈട്രജന് നമ്മളെ ഗ്യാസ് സിലിണ്ടറിനൊന്നും നമുക്ക് പഠിക്കാനില്ല. വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നൈട്രജന്റെ ഗ്യാസ് സിലിണ്ടറോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ചിലപ്പം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നോക്കി ഗ്രേ ആയിരിക്കും കേട്ടോ, ഗ്രേ കളറിലായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു നെക്ക്, ഇതിന്റെ കഴുത്തിന്റെ പോർഷനിലെ ഈ ഒരു കഴുത്തിന്റെ പോർഷൻ, ഈ ഒരു നെക്ക് പോർഷനിൽ ഒരു ചെറിയ എന്ത് കളറിലിരിക്കും, ബ്ലാക്ക് കളറിലിരിക്കും. ഗ്രേ വിത്ത് ബ്ലാക്ക് നെക്ക് ആയിരിക്കും നൈട്രജൻ. ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത എയർ ആണ് വരുന്നതെങ്കിൽ വെറുതെ ഗ്രേ കളർ മാത്രം കാണും. എയർ ആണ് വരുന്നതെങ്കിൽ ഗ്രേ കളറിൽ മാത്രം വരും. ഇനി പ്രൊപ്പൈന്, ആർഗൺ അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരിക്കുക. പ്രൊപ്പൈൻ ഒക്കെ ആണെങ്കിൽ അതിനകത്ത് എന്ത് എഴുതിയിരിക്കും, നേരത്തെ കോളിന് റെഡ് കളറിൽ അതിന്റെ അകത്ത് കോൾ ഗ്യാസ് എന്ന് എഴുതുന്ന പോലെ ഇവിടെ റെഡ് കളറിൽ തന്നെ കാണും. അതുപോലെ തന്നെ വിത്ത് ലാർജ് ഡയമീറ്റർ ആൻഡ് നെയിം പ്രൊപ്പൈൻ, പ്രൊപ്പൈൻ കൂടെ കാണും കേട്ടോ. അതായത് ഈ ഫ്യൂൽ ഗ്യാസിന്റെ അവിടെ എന്തും കൂടെ എഴുതിക്കും, പ്രൊപ്പൈൻ എന്നും കൂടെ എഴുതിക്കും. ഒന്നും ആവശ്യമില്ല, ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരിക്കുക. ഇനി ആർഗൺ ആണെങ്കിൽ, ആർഗൺ എവിടെയോ ചോദിച്ചിട്ടുണ്ട്, ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആർഗൺ ഗ്യാസ് നിങ്ങൾ ഒരു സിലിണ്ടറിനകത്ത് പിടിക്കുകയാണെങ്കിൽ ആ സിലിണ്ടറിന്റെ കളർ എപ്പോഴും എന്ത് കളറിലായിരിക്കണം, ബ്ലൂ കളറിലായിരിക്കും. ആർഗൺ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരിക്കുക. ആർഗൺ ബ്ലൂ കളറിലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലാക്ക് ആണ് വിത്ത് വൈറ്റ് നെക്ക്. ഇദ്ദേഹത്തിന്റെ നെക്കിന്റെ കളർ എപ്പോഴും എന്തായിരിക്കും, വൈറ്റ് ആയിരിക്കും. നമുക്ക് അറിയേണ്ട സാധനം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കോളിന്റെ എന്തായാലും അറിഞ്ഞിരിക്കണം, ഹൈഡ്രജൻ എന്തായാലും അറിഞ്ഞിരിക്കണം, ഓക്സിജൻ എന്തായാലും അറിഞ്ഞിരിക്കണം, ഓക്സിജൻ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വാൽവിന്റെ ത്രെഡുകൾ ഞാൻ പണ്ടെപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഇപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കേട്ട് ചെയ്യാം. ഓക്സിജൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന വാൽവില്ലേ, ഇവിടെ ഒരു വാൽവ്, നമുക്ക് ഇവിടെ ഒരു വാൽവും കാര്യങ്ങളും ഉണ്ട് അല്ലെ. ഈ വാൽവിന്റെ പ്രത്യേകത എന്ന് പറയപ്പെടുന്ന ഒരു നട്ട് പോലത്തെ സംഗതി ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു വാൽവ് നമ്മൾ അകത്തോട്ട് കയറുന്ന സമയത്ത് ഈ വാൽവിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരും. അപ്പൊ ഈ വാൽവിന്റെ പ്രത്യേകത എന്ന് പറയപ്പെടുന്ന വാൽവ് എപ്പോഴും എന്ത് ത്രെഡ് ആയിരിക്കണം, റൈറ്റ് ഹാൻഡ് ത്രെഡ് ആയിരിക്കണം. ഓക്സിജൻ എപ്പോഴും എന്താ കൊടുക്കേണ്ടത്, റൈറ്റ് ഹാൻഡ് ത്രെഡ് കൊടുക്കുക. നോക്കി ബാക്കി നമ്മൾ പഠിക്കുന്ന സമയത്ത് എളുപ്പമാണ്. അസറ്റിന് കോള്, ഹൈഡ്രജൻ, ഇതെല്ലാം എന്താ പ്രത്യേകത, അസറ്റിന് കോള് ഹൈഡ്രജൻ ഇതെല്ലാം എന്താ പ്രത്യേകത, അസറ്റിന് കോള് ഹൈഡ്രജൻ ഇതെല്ലാം എന്താണ്, അസറ്റിന് കോള് ഹൈഡ്രജൻ ഇതെല്ലാം എന്താണ്, ഫ്യൂവൽ അല്ലേ, ഫ്യൂവൽ ഗ്യാസസ് ആണ്. അസറ്റിന് കോള് ഹൈഡ്രജൻ ഇതെല്ലാം ഫ്യൂവൽ ഗ്യാസ് ആണ്. അപ്പൊ ഈ ഫ്യൂവൽ ഗ്യാസുകൾ, മിക്കവാറുള്ള ഫ്യൂവൽ ഗ്യാസസിന്റെ പ്രത്യേകത എന്ന് പറയാം, ഫ്യൂവൽ ഗ്യാസിലെല്ലാം നമ്മൾ കൊടുക്കേണ്ട ആ വാൽവിന്റെ ത്രെഡ് എപ്പോഴും എന്തായിരിക്കണം, ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കണം. പഠിക്കാൻ എളുപ്പമല്ലേ, ലെഫ്റ്റ് ഹാൻഡ്. ആ കൂടെ നമ്മുടെ കയ്യിൽ ഓക്സിജൻ സിലിണ്ടറും അതുപോലെ തന്നെ ഫ്യൂവൽ ഗ്യാസിന്റെ സിലിണ്ടറും ഉണ്ട്. ഫ്യൂവൽ ഗ്യാസിൽ നമ്മൾ കൊടുക്കേണ്ട ആ ഒരു വാൽവിന്റെ ത്രെഡ് എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും. അതേസമയം നമ്മൾ ഓക്സിജൻ കൊടുക്കേണ്ട ഇതെന്നറിയപ്പെടുന്ന നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന വാൽവിന്റെ ത്രെഡ് എപ്പോഴും എന്തായിരിക്കും, റൈറ്റ് ഹാൻഡ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്ന സാധനമാണ്. അവസാന സമയത്ത് നമുക്ക് ആ ഒരു എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇതാവില്ല, ചിലപ്പോൾ ഇത് റൈറ്റ് ഹാൻഡ് ആണോ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. ഓക്സിജൻ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ്, എങ്ങനെയായിരുന്നു, ഓക്സിജൻ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ്, ഓക്സിജൻ ഈസ് ഓൾവേസ് റൈറ്റ്, അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്സിജൻ ഈസ് ഓൾവേസ് റൈറ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും രീതി പഠിക്കുക. അപ്പൊ ഓക്സിജൻ എന്തായാലും ഇതാക്കുക. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഫ്യൂൽ ഗ്യാസ് ആണ്. ഫ്യൂൽ ഗ്യാസ് എപ്പോഴും ലെഫ്റ്റ് ആണ്, അങ്ങനെയുള്ള രീതി പഠിക്കുക കേട്ടോ. ഫ്യൂൽ ഗ്യാസ് എപ്പോഴും ലെഫ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ, ക്ലിയർ ആണോ? പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് നൈട്രജൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ റൈറ്റ് ഹാൻഡ് ആണ് നൈട്രജൻ എന്നുള്ള സാധനം. നോക്കിയാൽ എയർ കൊടുത്തിട്ടുണ്ട്. എയറിന്റെ പ്രത്യേകത എന്തായിരുന്നു, എയർ എന്താണ്, എയർ നമ്മുടെ ഇത് പ്രകാരം എയർ എന്താണ്, ഇത് പ്രകാരം ഫ്യൂൽ ഗ്യാസ് ആണോ സപ്പോർട്ടർ ആണോ? ഓക്സിജൻ ഫ്യൂൽ ഗ്യാസ് ആണോ, സപ്പോർട്ടർ അല്ലേ. ഓക്സിജൻ, അപ്പം ഓക്സിജൻ സപ്പോർട്ടർ ആയതുകൊണ്ട് തന്നെ ഓക്സിജന്റെ സിലിണ്ടറിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ത്രെഡിന്റെ ഇതെന്തായിരുന്നു, ഏത് ത്രെഡ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചത്, ഓക്സിജന് റൈറ്റ് ഹാൻഡ് ആയിരുന്നു ഉപയോഗിച്ചത്. അപ്പം ഹൈഡ്രജന്, അസറ്റിന്, കോൾ ഗ്യാസ്, അതുപോലെ തന്നെ LPG പറയുന്നില്ല, എന്തായാലും LPG കുറിച്ച് വരികയാണെങ്കിൽ അവിടേക്ക് ഏതാ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത്, ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത്.
അപ്പൊ അടുത്ത് ചോദിക്കട്ടെ, എയർ എന്തായിരിക്കും വരുന്നത്? എയർ എന്തായിരിക്കും വരുന്നത്? സ്വാഭാവികമായിട്ട് എന്താ വരിക? എയർ റൈറ്റ്. സപ്പോർട്ടിങ് ആണ്. അപ്പൊ അത് എന്തായിരിക്കും എപ്പോഴും? റൈറ്റ് ഹാൻഡ് ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടാ, എയർ എപ്പോഴും എന്തായിരിക്കും റൈറ്റ് ഹാൻഡ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഈ ആർഗണും കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നും പഠിക്കണ്ട. അത് ചുമ്മാ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ. അതൊന്നും നമുക്ക് പഠിക്കണ്ട. നമുക്കറിയാന്നുണ്ട് ആ ഒരു 5 എണ്ണം എന്തായാലും പഠിക്കുക. ആ 5ന്റെ കോമ്പിനേഷനിൽ വരുന്ന അടുത്ത സംഭവം, അതിന്റെ സപ്പോർട്ടിംഗ് ഗ്യാസ് എന്താണോ അതിനകത്ത് വരുന്ന വാൽവിന്റെ ത്രെഡ് എന്തായാലും പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ആ ഒരു സിലിണ്ടർ ഉണ്ടെങ്കിൽ ആ സിലിണ്ടറിന്റെ കളറും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതൊന്നും നമ്മുടെ ടെക്സ്റ്റിനകത്ത് അവിടെ എവിടെയൊക്കെ കൊടുത്തിരിക്കുന്ന സംഗതികളാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് എന്തായാലും അസറ്റിന്റെയും ഓക്സിജന്റെയും കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ ടെക്സ്റ്റിലും നമ്മുടെ സിലബസ് പ്രകാരം കൊടുത്തിരിക്കുന്ന സാധനം ഇതാണ്. അതിന്റെ സിലബസിന്റെ കൂടെ തന്നെ പഠിച്ചിട്ടുണ്ട് ഗ്യാസിന്റെ കോമ്പിനേഷൻ യൂസ്ഡ് ഫോർ വെൽഡിംഗ്. ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന അതർ ഗ്യാസിന്റെ കോമ്പിനേഷൻസ് എന്തൊക്കെയാണ് അതും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതർ ഗ്യാസ് കോമ്പിനേഷനിൽ നമുക്ക് മാക്സിമം ചോദിക്കാൻ വേണ്ടി പറ്റുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും ക്ലിയർ അല്ലേ? ടെമ്പറേച്ചർ എന്താണ്, ആപ്ലിക്കേഷൻ എന്താണ്, ഇത്രയും ക്ലിയർ ആണ്? ഇത്രയും ക്ലിയർ ആണ്? സൂപ്പർ അല്ലേ? കൊള്ളാമല്ലോ. ഇൻട്രസ്റ്റിംഗ് ഇല്ലേ? അകത്തോട്ട് കയറിയപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ഇല്ലേ? മറക്കാൻ വരുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ എന്തിലോട്ട് കയറിയേക്കാണ്? ഓക്സി അസെറ്റിൻ ഗ്യാസ് ഫ്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അല്ലെങ്കിൽ ഓക്സി അസെറ്റിൻ ആയിട്ടുള്ള ഗ്യാസ് വെൽഡിങ്ങിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിലെ ഒന്നാമത്തെ താരമായിട്ടുള്ള എന്തായിരുന്നു? ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ആയിരുന്നു. അപ്പൊ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിനെ കുറിച്ച് വളരെയധികം നല്ല രീതിയിൽ നമ്മൾ പഠിക്കുകയാണ്. അതുപോലെ ഓക്സിജൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ അസെറ്റിൻ ഉണ്ട്. അസെറ്റിന്റെ ഗ്യാസ് സിലിണ്ടറിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ അസെറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കേണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്പീഡിൽ എടുത്തോണ്ട് പോയതുകൊണ്ട് ഇതായില്ല. നോക്കിയേ, ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം സിലിണ്ടർ ആയിരുന്നു വെച്ചിരുന്നത്. നോക്കിയേ, ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഹൈഡ്രജന്റെ സിലിണ്ടർ ആയിരുന്നു ഇരുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് LPGയുടെ സിലിണ്ടർ ആണ് ഇരുന്നത്. ഇവിടെ നമ്മുടെ ഓക്സി കോൾ ഉണ്ടെങ്കിൽ ഇവിടെ കോളിന് ആക്ച്വലി ഒരു സിലിണ്ടർ വെക്കേണ്ടായിരുന്നു. ആ സിലിണ്ടർ ആണ് ഇടുന്നത്. അതേസമയം നമ്മുടെ കയ്യില് നോക്കിയേ, നമ്മുടെ ഓക്സി അസെറ്റിൻ ഗ്യാസ് ഫ്ലെയിം എടുക്കുന്ന സമയത്ത് ഇവിടെ സിലിണ്ടർ ആണോ ഇരിക്കുന്നത്? ഇവിടെ ഓക്സിജന്റെ സിലിണ്ടർ ഉണ്ട്. അല്ലാതെ എന്താ എഴുതിക്കുന്നത്? ഇതിനകത്ത് എന്താ എഴുതിക്കുന്നത്? അസെറ്റിന്റെ ജനറേറ്റർ എന്ന് പറഞ്ഞ സാധനം. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ എന്തായാലും പഠിക്കണം. അസെറ്റിനെ ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നത് ഒരു പർട്ടിക്കുലർ മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പം രണ്ട് മിക്സർ ഉണ്ട്. ആ രണ്ട് മിക്സർ ചേർത്തിട്ട് നമ്മൾ ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു എന്തിനെ ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നത്? അസെറ്റിൻ ഗ്യാസിനെ ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ആ ഒരു സിലിണ്ടറിൽ പിടിച്ചങ്ങ് വെക്കുന്നത്. അസെറ്റിന്റെ ജനറേഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ബേസിക് ആയിട്ട് എന്താണ് ഓക്സിജൻ സിലിണ്ടർ, എന്താണ് അസെറ്റിൻ സിലിണ്ടർ എന്നുള്ള സാധനം പഠിച്ചിട്ട് എങ്ങനെയാണ് ഓക്സിജൻ ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നത്, എങ്ങനെയാണ് അസെറ്റിൻ ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നും കൂടെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് വെൽഡിങ്ങിന്റെ ഏറെക്കുറെ ഒരു 80% തീരും. പിന്നെ നമുക്ക് ഗ്യാസ് കട്ടിങ് പഠിക്കണം. പിന്നെ ലെഫ്റ്റ് വാർഡ്, റൈറ്റ് വാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വെൽഡിംഗ് ടെക്നിക്കുകളുണ്ട്. അതും കൂടെ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു 2-3 എന്നുള്ള മോഡ്യൂൾ തീരുന്നതായിരിക്കും കേട്ടോ. നോക്കാം, ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ. ഇപ്പൊ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെ സീംലെസ് സോളിഡ് ഡ്രോൺ സ്റ്റീൽ. പേര് കേൾക്കുമ്പോഴത്തേക്കും അത്ര ഇതൊന്നുമില്ല. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ഒന്ന് കേട്ട് വെച്ചിരിക്കുക. സീംലെസ് ആയിട്ടുള്ള ഒരു സോളിഡ് ഡ്രോയിങ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് ഉണ്ട്. ഒരു 2 റോളർ ഉണ്ട്. ആ 2 റോളറിന്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ ആ ഒരു സ്റ്റീലിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റീൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സ്റ്റീലിനെ റോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സിലിണ്ടറിന്റെ ഒരു ഷേപ്പിലോട്ട് നമ്മൾ ലാസ്റ്റ് കൊണ്ടുവന്ന് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഈ സീംലെസ് സോളിഡ് ഡ്രോൺ എന്ന് പറഞ്ഞ ഒരു അല്ലെങ്കിൽ ആ ഒരു ഡ്രോയിങ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് ആയിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മൾ എന്തിനെ ഉണ്ടാക്കിയെടുക്കുന്നത്? ഈ ഒരു ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്ന് കേട്ട് വെച്ചിട്ട് ഇങ്ങനെയാണ് ഒരു ടെക്നിക്ക് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള സംഭവം മാത്രമല്ല. അതായത് ആ ഒരു സിലിണ്ടറിന്റെ ഷേപ്പിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. ഇനി അതുപോലെ ഇതിന്റെ കളർ അല്ലെങ്കിൽ ഈ ഒരു ഇതിന്റെ കളർ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. എന്ത് കളർ ആയിരുന്നു? ബ്ലാക്ക് കളർ ആയിരുന്നു. ഇനി ബ്ലാക്ക് കളർ പോരാഞ്ഞിട്ട് എന്തായിരുന്നു? ഇതിന്റെ കപ്പാസിറ്റി പഠിച്ചു വെക്കണം. കപ്പാസിറ്റി എത്രയാണ് പറയുന്നത്? 3.5 മുതൽ 8.5 വരെയാണ്. എത്രയായിരുന്നു? 3.5 മുതൽ 8.5 വരെയാണ്. ടെക്സ്റ്റിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും തൊട്ടു താഴെ ടെക്സ്റ്റിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുള്ള സെപ്പറേറ്റ് ഉള്ള സെന്റൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ സിലിണ്ടർ ഇസ് 7 മീറ്റർ ക്യൂബ്. എത്രയായിരുന്നു? കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ സിലിണ്ടർ ഇസ് 7 മീറ്റർ ക്യൂബ്. ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ വെൽഡറിനെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മുടെ ഓക്സിജൻ സിലിണ്ടറിന്റെയോ അല്ല അസെറ്റിൻ സിലിണ്ടറിന്റെയോ കപ്പാസിറ്റി ആയിരുന്നു ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിനകത്ത് 6, 7, 8, 9 എന്ന് പറഞ്ഞ 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ചോദ്യമായിരുന്നു.
നോക്കാം. ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ കളർ ബ്ലാക്ക് കളറിലായിരുന്നു. അതുപോലെ സീംലെസ് സോളിഡ് ഡ്രോൺ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പ്രോസസ്സ് സീംലെസ് സോളിഡ് ഡ്രോൺ എന്ന് പറഞ്ഞ ഡ്രോയിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് വഴിയിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ആ ഒരു സിലിണ്ടറിന്റെ ഷേപ്പ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ കപ്പാസിറ്റി പറയുന്നത് 3.5 മുതൽ 8.5 മീറ്റർ ക്യൂബ് വഴിയിട്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ കപ്പാസിറ്റി പറയുന്നത്. മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നടുക്ക് ഏറെക്കുറെ ഒരു നടുക്ക് എന്നുള്ള രീതിയിൽ 7 മീറ്റർ ക്യൂബ് കപ്പാസിറ്റിയിലായിരിക്കും നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്. അതിനുശേഷം അടുത്ത നമ്മൾ പറയുന്നത് സ്റ്റോറേജ് പ്രഷർ. ഇദ്ദേഹത്തിനകത്ത് നമുക്ക് പ്രഷർ അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ ഓക്സിജന്റെ പ്രഷർ പറയുന്നത് എത്രയായിരുന്നു, 120നും 150നും ഇടയ്ക്ക് കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. യൂണിറ്റ് പഠിച്ചു വെക്കണം. 120നും 150നും ഇടയ്ക്ക് ആണ് ആ ഒരു ഇതിന്റെ സ്റ്റോറേജ് പ്രഷർ പറയുന്നത്. ഇനി അതേസമയം നമ്മൾ മെഗാ പാസ്കൽ ആണ് യൂണിറ്റ് പറയുന്നതെങ്കിൽ 14 മെഗാ പാസ്കൽ ആയിരിക്കണം ഇദ്ദേഹത്തിന്റെ സ്റ്റോറേജ് പ്രഷർ. അതായത് ഇതിനകത്ത് നിങ്ങൾക്ക് ഓക്സിജൻ സിലിണ്ടർ ഉണ്ടെങ്കിൽ സിലിണ്ടറിനകത്ത് ഓക്സിജനെ നമുക്ക് പിടിപ്പിക്കേണ്ട ആ ഒരു പ്രഷർ പറയുന്നത് 14 മെഗാ പാസ്കൽ അല്ലെങ്കിൽ 120ന് 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഭയങ്കര ഹൈ ആണ് അല്ലെ. ഹൈ പ്രഷറിലായിരിക്കും നമ്മൾ എപ്പോഴും ഓക്സിജൻ എപ്പോഴും എന്ത് ചെയ്യിപ്പിക്കേണ്ടത്, അതിനകത്ത് പിടിപ്പിച്ചു വെക്കേണ്ടത്. ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിന്റെ പ്രത്യേകത ഇദ്ദേഹത്തിന്റെ ഇതെന്നറിയപ്പെടുന്ന റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. ഇദ്ദേഹത്തിന്റെ ത്രെഡ് എന്നറിയപ്പെടുന്ന റൈറ്റ് ഹാൻഡ് ത്രെഡഡ് ആണ്. ഇത്രയും ക്ലിയർ ആണോ? അതുപോലെ അതിന്റെ കൂടെ തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിന്റെ ലീക്ക് ചെക്ക് ചെയ്യാൻ എന്താ ഉപയോഗിക്കുക? പറഞ്ഞേ. തുടക്ക ക്ലാസ്സിൽ പറഞ്ഞ സാധനം. ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിന്റെ ലീക്ക് ടെസ്റ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കണം? സോപ്പ് ഉപയോഗിക്കണം. വേറെ എന്തെങ്കിലും? ഓക്സിജൻ സോപ്പ് എന്നാണ് പറഞ്ഞത്. ഓക്സിജൻ പ്ലെയിൻ വാട്ടർ ആണ് കേട്ടോ. ഓക്സിജൻ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലെയിൻ വാട്ടറും, അതേസമയം നമ്മൾ അസറ്റിൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ഉപയോഗിക്കണം? സോപ്പ് സൊല്യൂഷൻ ഉപയോഗിക്കണം കേട്ടോ. അതെ. തിരിച്ചു വരുന്ന സമയത്ത് ഇത് ഉപയോഗിക്കും. ക്ലിയർ ആണേ? ഓക്കെ. പറ. ടെക്സ്റ്റിനകത്ത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അല്ലല്ല, ഇത് ഓളിയം അല്ലേ, മറ്റേ സാധനം ഓളിയം അല്ലേ. 7 മീറ്റർ ക്യൂബ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓളിയമാണ്. ഇനി മറ്റേ സംഗതി പ്രഷറാണ്. ഇത്ര പ്രഷർ വരെയുള്ള സാധനത്തിനാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അങ്ങനെയാണ് പറയുന്നത്. സ്റ്റോറേജ് പ്രഷർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇതിനെ പ്രഷറൈസ് ചെയ്ത് വെക്കുന്നില്ലേ. മറ്റേത് ഓളിയത്തിലാണ് പറയുന്നത്. ഓളിയം 8 മീറ്റർ ക്യൂബ്. അപ്പൊ ഓളിയം. പറ. അതെ. മാക്സിമം 7 മീറ്റർ ക്യൂബ് വരെ ഇതാക്കാം. കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 7 മീറ്റർ ക്യൂബ് വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ സിലിണ്ടർ 7. ഇത്രയും അത്രേ ഉള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്ന സാധനം. ഇതിനകത്ത് ഇത്രയും സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത്രയും വരും എന്നുള്ള സംഭവം കേട്ടോ. പഠിച്ചു വെക്കും. ഇത് ജനറൽ, അതായത് കോമൺലി യൂസ് ചെയ്യുന്നത് നമ്മൾ ഇത് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഈ ഒരു റേഞ്ച് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇത്രയാണെന്ന് തൊട്ട് താഴെ നമ്മൾ പറയുന്നത് റേഞ്ച് ആയിരിക്കും. 3.5 മുതൽ 8.5 വരെയാണ് മോസ്റ്റ് കോമൺലി നമ്മൾ അസറ്റിൻ ഗ്യാസിന് 6 മീറ്റർ ക്യൂബാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ റേഞ്ച് എല്ലാം അറിഞ്ഞിരിക്കണം. എല്ലാത്തിനും രണ്ടെണ്ണത്തിനും ഒരേ റേഞ്ച് ആണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സംഗതി വ്യത്യാസമായിരിക്കും. ഒരെണ്ണത്തിൽ 7 മീറ്റർ ക്യൂബും മറ്റൊരെണ്ണത്തിൽ 6 മീറ്റർ ക്യൂബും. അത് വോളിയമാണ് പറയുന്നത്. തൊട്ട് താഴെ നമ്മൾ പറയുന്ന സാധനം ഇതിനകത്ത് പ്രഷർ, ഇത്ര പ്രഷറിലാണ് അടിച്ച് കയറ്റി വെക്കുന്നത്. സിലിണ്ടർ അല്ലേ. അപ്പൊ സിലിണ്ടറിനകത്ത് വാൽവ് ഒക്കെ വെച്ചിട്ട് ഇത്രയും പ്രഷറിനകത്തായിരിക്കും നമ്മൾ അടിച്ചു കയറ്റി വെക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഇത് ഇതാക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോറേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത്രയായിരിക്കും എന്നുള്ള സംഭവം അറിഞ്ഞിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ ഒരു ഫിഗറിനകത്ത് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാണെങ്കിൽ 0.216 മീറ്റർ 229, അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരിക്കുക അല്ലെങ്കിൽ കണ്ടു വെച്ചിരിക്കുക. ഓക്കെ. ഇനി ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിന്റെ പ്രത്യേകം നോക്കി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെ ടെസ്റ്റ് ചെയ്യണം. ഇത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ പ്രോപ്പർ ആണോ അല്ലയോ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ വെള്ളം ഉപയോഗിക്കും. വെള്ളത്തിന്റെ പ്രഷർ എത്ര വേണം? 225 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. അത്രയും അല്ലെങ്കിൽ അത്രയും എമൗണ്ട് ഓഫ് പ്രഷർ ഉപയോഗിച്ചിട്ടായിരിക്കും ഇതിനെ എന്ത് ചെയ്യിപ്പിക്കുന്നത്? ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ പ്രഷറാണ് പറയുന്നത് 225 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ആരുടെയാണ് പറയുന്നത്? ഓക്സിജന്റെ ഗ്യാസ് സിലിണ്ടർ കേട്ടോ. ഓക്സിജന്റെ ഗ്യാസ് സിലിണ്ടറിനെ നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അത് പ്രോപ്പർ ആണോ അല്ലെങ്കിൽ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിലാണോ അല്ലയോ എന്നുള്ള രീതിയിൽ ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ പ്രഷർ എപ്പോഴും എത്ര ആയിരിക്കണം? 225 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള ചുമ്മാ ഒന്ന് വായിച്ചിരിക്കുക, വാല്യൂ കൂടെ അറിഞ്ഞിരിക്കുക. ഇനി ദ സിലിണ്ടർ ടോപ്പ് ഈസ് ഫിറ്റഡ് വിത്ത് ഹൈ പ്രഷർ വാൽവ് മെയ്ഡ് ഫ്രം ഹൈ ക്വാളിറ്റി ഫോർജർ ബോൺസ്. ഇദ്ദേഹത്തിന്റെ പുറത്ത് തന്നെ നോക്കി, ഇതിന്റെ പുറത്ത് എന്താ പ്രത്യേകത? ഫിറ്റഡ് വിത്ത് ഹൈ പ്രഷർ വാൽവ്.
അതിനകത്തൊരു വാൽവും കാര്യങ്ങളും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ വാൽവ് എന്ന് അറിയപ്പെടുന്ന ഭയങ്കര പ്രഷർ അല്ലെ, നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. എത്ര വരെ പറഞ്ഞിട്ടുണ്ട്? 120 നും 150 നും ഇടയ്ക്കായിരിക്കും സ്റ്റോറേജ് പ്രഷർ ഉള്ളത്. അപ്പൊ അതിനെ താങ്ങാൻ കഴിവുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്രഷറിനെ താങ്ങാൻ കഴിവുള്ള ഹൈ എമൗണ്ട് ഓഫ് ഇതുള്ള സംഗതിയിൽ നമുക്ക് ഫോർജ്ഡ് ബ്രോൺസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഹൈ പ്രഷർ വാൽവ് ആയിരിക്കണം നമ്മൾ എപ്പോഴും എന്ത് ഉപയോഗിക്കേണ്ടത്? ഇതിനെ വാൽവ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. വേറെ ഒന്നുമില്ല, ഇതിനകത്ത് നമുക്കൊരു വാൽവ് വേണം. ആ വാൽവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഫോർജ്ഡ് ബ്രോൺസ് ആയിരിക്കും മെറ്റീരിയൽ കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട വാൽവിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ വാൽവിൽ എന്നറിയപ്പെടുന്ന സംഭവം ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്നറിയപ്പെടുന്ന ഫോർജ്ഡ് ബ്രോൺസ് ആണ്. they are annealed to relieve stresses caused during ഓൺ ദ ജോബ് ഹാൻഡ്ലിംഗ്. അതായത് ഇതിനെ സ്ട്രെസ് റിലീവിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അനീലിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ആയിരിക്കും ഇതാക്കുന്നത്. നമുക്ക് ആ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റിനകത്ത് വരുന്ന സംഭവമാണ് ഈ അനീലിംഗ്. അതുപോലെ തന്നെ നോർമലൈസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഇല്ലേ, ടെമ്പറിങ്, ഹാർഡനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇദ്ദേഹത്തിന്റെ, അതായത് നിങ്ങൾക്ക് എടുക്കുന്ന ഓക്സിജന്റെ ഗ്യാസ് സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ ആ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ലാസ്റ്റ് ഒരു പ്രഷർ റിലീവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്? അനീലിംഗ് എന്ന ഒരു ടെക്നിക്ക് ആയിരിക്കും നമുക്ക് ഉപയോഗിക്കേണ്ടത്. they are periodically cleaned using caustic solution. ഇദ്ദേഹത്തിനെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊന്ന് ഇതാക്കണമെങ്കിൽ, ഒന്ന് കഴുകണമെങ്കിൽ നമുക്ക് പീരിയോഡിക്കലി ഉപയോഗിക്കാന്നുള്ള ഒരു പർട്ടിക്കുലർ സമയം വരെ നമുക്ക് ചിലപ്പോൾ ഒരു കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുന്ന സമയത്ത് പുതിയ ഗ്യാസ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഇദ്ദേഹത്തെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പൊ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത് കോസ്റ്റിക് സൊല്യൂഷൻ ആണ് കേട്ടോ. കോസ്റ്റിക് സൊല്യൂഷൻ ആണ്. ഒക്കെ ടെക്സ്റ്റിനകത്ത് ഇങ്ങനെ ഇവിടെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, അപ്പൊ ഓക്സിജൻ സിലിണ്ടറിന്റെ ഒരു പർട്ടിക്കുലർ പേജ് ഉണ്ടെങ്കിൽ ആ ഓക്സിജൻ സിലിണ്ടറിന്റെ പേജിൽ ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഇതിന്റെ കൂടെ തന്നെ വേറെ എവിടെയോ ഒരു പർട്ടിക്കുലർ എന്താണ് ഒരു സ്ഥലത്ത് തന്നെ ഇത് മറ്റൊരു രീതിയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് നമ്മളൊന്ന് എടുത്തിട്ട് പഠിക്കാൻ കേട്ടോ, ഒരുമിച്ച്. ഇത്രയും ക്ലിയർ ആണോ? ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ എന്നുള്ള സാധനം ക്ലിയർ ആണോ? ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ സിലിണ്ടറിനെ സ്ട്രെസ് റിലീവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, സിലിണ്ടറിനകത്തൊന്നുമല്ല, ഈ സിലിണ്ടർ ടോട്ടലി ഇരിക്കുന്ന സംഭവമല്ലേ, അപ്പൊ നമുക്ക് ഒരുമിച്ചല്ലേ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അകത്തും പുറത്തുനിന്നുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. ടോട്ടലി സിലിണ്ടറിന്റെ ഫുള്ളി ടോട്ടലി. അതെ, ഇല്ല ഇത് ഗ്യാസ് സിലിണ്ടറിന്റെ കേസാണ് പറഞ്ഞത്. ഗ്യാസിന്റെ സിലിണ്ടറിന്റെ കേസ് അല്ലേ, സിലിണ്ടറിന്റെ സൈസ്, സിലിണ്ടറിന്റെ വോളിയം, അതല്ലേ പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ സിലിണ്ടറിന്റെ മെറ്റീരിയലിന്റെ പുറത്ത് നമുക്ക് സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അനീലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ചെയ്യുന്നത്. സിലിണ്ടറിനകത്ത് നമുക്ക് ഓക്സിജനെ ഫില്ല് ചെയ്തതിന് ശേഷം ഈ അനീലിംഗ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. ക്ലിയർ അല്ലേ? മനസ്സിലായി? അതായത് നമ്മൾ മെറ്റലിനെ സാധാരണ ചെയ്യത്തില്ലേ, നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോസസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മെറ്റൽ നമുക്ക് ചെയ്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്ട്രെസ് റിലീവ് ചെയ്തെടുക്കണം. കാരണം പർപ്പസ് ഇതാണ്. പർപ്പസ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇതിനകത്ത് ഓക്സിജൻ നിറയ്ക്കാനുള്ളതാണ്. അപ്പൊ ആ പർപ്പസിന് വേണ്ടിയിട്ട് ഇതിനെ ബെസ്റ്റ് ആക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിനെ നമുക്ക് നല്ല രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യുന്ന പ്രോസസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീലിംഗ് ആയിരിക്കും ചെയ്യുന്ന പ്രോസസ്. ക്ലിയർ അല്ലേ? നമ്മളെ ലെയ്ത്തിനകത്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഫ്ലെയിം ഹാർഡനിങ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ലെയ്ത്തിന്റെ ബെഡിനെ ഹാർഡൻ ചെയ്തെടുക്കുന്നത് അല്ലെ. ഹാർഡൻ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ഫ്ലെയിം ഹാർഡനിങ് എന്നുള്ള ടെക്നിക്ക്. അപ്പൊ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഗ്യാസ് സിലിണ്ടർ എടുക്കുകയാണ്, ഗ്യാസിനെ ഫില്ല് ചെയ്തിട്ടല്ല, ഗ്യാസിനെ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഗ്യാസ് സിലിണ്ടറിനെ ഇങ്ങനെ അടിച്ചെടുത്തു അല്ലെ. നമുക്ക് ആ ഒരു സ്റ്റീൽ ഡ്രോയിങ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് അടിച്ചെടുത്തതിന് ശേഷം ഇതിനകത്ത് സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അനീലിംഗ് ടെക്നിക്ക് വെച്ചിട്ടായിരിക്കും സ്ട്രെസ് റിലീവ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ടു റിലീവ് ദ സ്ട്രെസ്സസ് കോസ്റ്റ് ഡ്യൂറിങ് ഓൺ ദ ജോബ് ഹാൻഡ്ലിംഗ്. അതായത് ഈ സമയത്തല്ലേ, അതായത് നമുക്കിത് ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചില സമയത്തല്ല, മിക്കവാറും സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ സിലിണ്ടറും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന അസറ്റിൻ സിലിണ്ടറും ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആ ഒരു ബ്ലോക്ക് പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതാക്കുന്ന സമയത്ത് ഇത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രെസ് റിലീവിങ്ങും കാര്യങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ ഇതിനകത്ത് ഹൈ പ്രഷർ ആണ് ഉണ്ടാകുന്നത്. അപ്പം ആ ഹൈ പ്രഷർ കാരണം ചിലപ്പം സിലിണ്ടർ ചിലപ്പം പൊട്ടിത്തെറിക്കാനോ അല്ലെങ്കിൽ അത് താങ്ങാനില്ലാത്ത ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വരാതിരിക്കാൻ വേണ്ടി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓൺ ദ ജോബ് ഹാൻഡ്ലിംഗ് സിറ്റുവേഷനിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ടിത്തെറിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് താങ്ങാൻ വേണ്ടി പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നതാണെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി, അല്ലെങ്കിൽ ആ ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ട് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? അനീൽ ചെയ്ത് എടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ, ഉദ്ദേശിക്കുന്ന സാധനം അത്ര. ഏതാണ് ഇത് രണ്ടോ? They are annealed to relieve stress caused during on the job handling. The cylinder top fitted with a high pressure valve made from high quality for the bronze. They are annealed to relieve stress. Okay. അയ്യോ, ഡൗട്ട് ആയിപ്പല്ലേ.
ഞാൻ അത് നോക്കിയിട്ട് പറയാം കേട്ടോ സംഭവം. ഇത് ടോട്ടലി ഇതാണ്. ഇത് ടോട്ടലി ഉള്ള സംഭവമാണ്. ഈ കോസ്റ്റിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞ സാധനത്തിന് ടോട്ടലി പറയുന്നത് കേട്ടോ, ടോട്ടലി പറയുന്നത്. ഞാൻ അതിപ്പോ നോക്കിയിട്ട് പറയാം. ഡോട്ട് അടിച്ച്. ബാക്കി ക്ലിയർ അല്ലേ? ബാക്കി ഇത് രണ്ടും അല്ലേ പ്രശ്നം? ഞാൻ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം കേട്ടോ. ബാക്കി ക്ലിയർ അല്ലേ? ബാക്കി ക്ലിയർ അല്ലേ? ബാക്കി ക്ലിയർ ആണോ? ഉം, 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 ഉം. ആ ഇല്ലേ ഇല്ലേ ടെസ്റ്റഡ് വിത്ത് വാട്ടർ അല്ലല്ല, നമുക്ക് ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിന് റൈറ്റ് ഹാൻഡ് ആണ്. ടെസ്റ്റഡ് വിത്ത് വാട്ടർ പ്രഷർ ഇല്ലല്ല. സിലിണ്ടറിനെ ടോട്ടലി ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന സാധനമാണ് ഇത്. വെള്ളം ഉപയോഗിച്ചിട്ടായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. അത് ഇത്രയും പ്രഷറുള്ള വെള്ളം, അത് അങ്ങനെയാണ് സാധനം. അതിൽ വ്യത്യാസമില്ല, അത് കറക്റ്റ്. അത് വ്യത്യാസം കേട്ടോ. മറ്റേതാണ് ഡൗട്ട്. ഇത് ഫോർജ്ഡ് ബ്രോൺസ് ആണോ നമ്മൾ അനിയൽ ചെയ്യിപ്പിക്കുന്നതെന്നുള്ള ഡൗട്ട്. അത് സാധ്യതയില്ല. നമ്മുടെ മെറ്റൽ അല്ലെ, ബ്രോൺസിനെ ഒന്നും നമ്മൾ അനിയൽ ചെയ്യിപ്പിക്കുന്ന കേട്ടിട്ടില്ലല്ലോ. ബ്രോൺസിനെ എനിക്ക് വലിയ ഇതില്ല, എടുത്തല്ല. നമുക്ക് നോക്കാം. ഓക്കെ. ആഹാ, ഫോർജ്ഡ് ബ്രോൺസുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ? ആ, അത് ഞാൻ നോക്കിയിട്ട് പറയാം. ഇതെന്തായാലും സിലിണ്ടറിനെ പറ്റിയാണ്. പീരിയോഡിക്കലി ക്ലീൻഡ് യൂസിങ് കോസ്റ്റിക് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ കണ്ടിട്ടുണ്ട്, ടെക്സ്റ്റിനകത്ത് കണ്ടിട്ടുണ്ട്. ഒന്ന് നോക്കാം. ഇത് രണ്ടും അല്ലേ? ബാക്കി ക്ലിയർ അല്ലേ? ഇതൊന്ന് പറഞ്ഞേ, ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ ലീക്കേജ് ഓഫ് അസറ്റ് ഇൻ റെഗുലേറ്റർ കണക്ഷൻ? നമ്മുടെ ഇരിക്കുന്ന അസറ്റ് ഇൻ റെഗുലേറ്റർ കണക്ഷനെ നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട്, ലീക്കേജ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഏതാ ഉപയോഗിക്കുന്നത്? സോൾട്ട് ആണോ, പ്ലെയിൻ ആണോ, സോപ്പ് ആണോ, കെമിക്കൽ വാട്ടർ ആണോ? സോപ്പ് അല്ലേ, സോപ്പ് വാട്ടർ. ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ക്യാൻ സ്റ്റോർ ഗ്യാസ് കപ്പാസിറ്റി ഓഫ് എത്രയായിരുന്നു? എത്ര കപ്പാസിറ്റി ആണ്? ഇത് നമ്മുടെ ഇതിൽ ചോദിച്ചായിരുന്നു കേട്ടോ, നമ്മുടെ വെൽഡറിനെ ചോദിച്ചത്. 7 അല്ലേ? 7. അതേസമയം ഇത് ക്വസ്റ്റ്യൻ എന്തിൽ വരാം? അസറ്റിൻ വരാം കേട്ടോ. അസറ്റിൻ വരുന്ന എത്ര വരുമായിരുന്നു? അസറ്റിൻ നമ്മൾ പഠിച്ചില്ല, എന്നാലും അസറ്റിൻ വരുമ്പോഴത്തേക്ക് എത്ര വരും? നമ്മൾ പഠിച്ചില്ല, എന്നാലും ചുമ്മാ പറഞ്ഞേ. അസറ്റിൻ വരികയാണെങ്കിൽ എത്ര വരും? 6 അല്ലേ? 6 വരുന്നത് അല്ലേ? അസറ്റിൻ വരികയാണെങ്കിൽ 6, ഓക്സിജൻ വരികയാണെങ്കിൽ 7 അല്ലേ? നമ്മൾ പഠിക്കും, നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അസറ്റിൻ ഗ്യാസ് ഈസ് ജനറേറ്റഡ് ഫ്രം, എന്തൊക്കെ കൊണ്ടിട്ടായിരിക്കും അസറ്റിൻ ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നത്? ഞാൻ തൊട്ട് മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാൽഷ്യം കാർബൈഡും വാട്ടറും അല്ലെ? കാൽഷ്യം കാർബൈഡും വാട്ടറും ആണ്. ഇതിനാണ് ജനറേറ്റർ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. അതിനകത്ത് കാൽഷ്യം കാർബൈഡും വാട്ടറും ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അസറ്റിൻ ഗ്യാസിനെ ഇതാക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തോ ഇത് കേട്ടിട്ടില്ലേ? കാൽഷ്യം കാർബൈഡിന്റെ ഇപ്പോഴത്തെ എന്തോ ഒരു വാർത്ത നടക്കുകയല്ലേ? കണ്ടെയ്നറിനകത്തതായിരുന്നു അല്ലെ? അത് നമ്മുടെ ആ ഒരു നമ്മളിരിക്കുന്ന ആ ഒരു വാട്ടറുമായിട്ട് കലർന്നിട്ട് അസറ്റിൻ ഗ്യാസ് രൂപപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ പുറത്ത് അല്ലെ, നമ്മുടെ എന്താണ് കടലിന്റെ പുറത്ത് ഈ ഒരു അസറ്റിൻ ഗ്യാസ് ആണ് ഇപ്പൊ രൂപപ്പെട്ടിരിക്കുന്നത്. ചെറിയ രീതിയിൽ ഒരു ഫോം പോലെയൊക്കെ കാണും. ഐഡന്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഫ്ലെയിം ഷോൺ ഇൻ ഫിഗർ. ഈ തന്നിരിക്കുന്ന സാധനത്തിനകത്ത് ഫ്ലെയിമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞേ. കണ്ടിട്ടെല്ലാം തോന്നുന്നുണ്ടോ? ഇത് 2 കോണാണോ 3 കോണാണോ? അകത്ത് രണ്ടെണ്ണം, ഉള്ള അകത്ത് രണ്ടെണ്ണം. അതെ, അകത്ത് രണ്ടെണ്ണം ഉള്ള ഏതായിരുന്നു? ഏതായിരുന്നു? നോക്കണം കേട്ടോ, സാധനം നോക്കണം. അസറ്റിൻ അല്ലേ ഈ സാധനം? അസറ്റിൻ ഈസ് മോർ ദാൻ ഓക്സിജൻ അല്ലേ? ഈ ഒരു സാധനത്തിന് ഇങ്ങനെ വരികയാണെങ്കിൽ എപ്പോഴും എന്താ പ്രത്യേകത? അസറ്റിൻ ഈസ് മോർ ദാൻ ഓക്സിജൻ അല്ലേ? ഓക്സിജനെ കട്ടി അസറ്റിനാണ് കൂടുതൽ അല്ലേ? അസറ്റിനാണ് കൂടുതൽ ഓക്സിജനെ കട്ടി. ഓക്കെ ശിന, എനിക്ക് ഈ ഫിഗർ ഓർമ്മയുണ്ടോ? നമ്മൾ എപ്പോഴോ പഠിച്ച സാധനമായിരുന്നു. ഈ ഫിഗർ ഓർമ്മയുണ്ടോ? നമ്മൾ തുടക്കത്തിൽ ഒരു സേഫ്റ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? എപ്പോഴോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അത് നമുക്ക് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റെപ്രസെന്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഏതാ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ? മാസ്ക് ടു പ്രിവെന്റ് ഫ്രം വെൽഡിംഗ് സ്പാർക്ക്, എ മാസ്ക് ടു പ്രൊട്ടക്ട് ഫ്രം അൾട്രാവയലറ്റ്, എ ആപ്രോൺ ഓഫ് ലെതർ, എ റെസ്പിറേറ്ററി പാഡ് ടു പ്രിവെന്റ് ഇൻഹേലേഷൻ ഓഫ് ടോക്സിക് ഫ്യൂംസ്. ഏതാണ് ആൻസർ? 281. അല്ലെ? നമുക്ക് വേറെ ഒന്നുമില്ല അല്ലെ? റെസ്പിറേറ്ററി പാഡ് ടു പ്രിവെന്റ് ഇൻഹേലേഷൻ ഓഫ് ടോക്സിക് ഫ്യൂംസ്. വലിയൊരിതാണ്.
അതൊന്നും ചോദിക്കത്തില്ല, എന്നാലും ചുമ്മാ അറിഞ്ഞിരിക്കാം. നമ്മൾ ആ ഒരു ഇതില് നമ്മൾ വെറുതെ അല്ല ആ ഒരു ഫിഗറും കാര്യങ്ങളും പഠിക്കുന്നതെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. കേട്ടില്ല. ആ ആ, അതെ. ഇത് നോക്കി ഇത് എവിടെ ഇട്ടുണ്ട്, UPR ഇത് ഫിറ്റർ ഏതോ പണ്ട് ഏതോ ഒരു ഫിറ്ററിന്റെ എക്സാം 2021 ഫിറ്ററിന്റെ ഏതോ ഒരു എക്സാം കേട്ടോ. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ബാക്കി നമുക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം. നാളെ അല്ല, അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമുക്കിനി അസൈൻമെന്റ് ജനറേറ്റർ ഉണ്ട്, പിന്നെ അതിനകത്ത് ആ രണ്ട് ചോദ്യം അല്ലേ, അത് നമുക്ക് രണ്ടും നോക്കാം. അതെന്തോ ഒരു പ്രശ്നം തോന്നി, അപ്പൊ അത് നോക്കാം. അത് ആരുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ള സംഭവം നമുക്ക് എന്തായാലും നോക്കാം. ബാക്കിയെല്ലാം ക്ലിയർ അല്ലേ? ഒന്നുകൂടെ ഒന്നും പറയേണ്ടൊന്നുമില്ലല്ലോ. അടുത്ത ക്ലാസ്സിലൊക്കെ നോക്കുക, നോക്കിയിട്ടൊക്കെ വരിക കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇടാ. ഓക്കെ, ശരി, അപ്പൊ താങ്ക് യു. ഓക്കെ.